ലോകത്ത് അറിയപ്പെടുന്ന പി ജയരാജന് സാധിക്കില്ല. മതസമ്മേളനത്തിൽ അദ്ദേഹം ഒരുപാട് എണ്ണപ്പെട്ടു. ഒരാരുമില്ലല്ലോ, പറയാൻ ആളുകൾ വേറെ വേണ്ടേ? ജയരാജനെ അറസ്റ്റ് ചെയ്യുമ്പോൾ CPM-കാർ ചോദിക്കും സുധാകരൻ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഏതെങ്കിലും DYFI ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കും സുധാകരൻ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ജയരാജന്റെ പേരിൽ കേസ് വരുമ്പോൾ CPM-കാർ ചോദിക്കും സുധാകരന്റെ പേരിൽ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഇവരെ പ്രസംഗം കേട്ടാൽ ഏതെങ്കിലും CPM-കാരെതിരെ കേസെടുക്കുമ്പോ ഒരു കേസ് സമം സുധാകരനെതിരെ എടുക്കണം എന്ന് CPM-കാർ തീരുമാനിച്ചിട്ടുണ്ടോ, ധരിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ജയരാജന്റെ സംസ്കാര ശൂന്യമായ പത്രസമ്മേളനം നാളെ നമുക്ക് പത്രത്തിൽ വായിക്കാം. മറുപടി നമുക്ക് നാളെ പറയാം. ഒരു കാര്യം ഞാൻ പറയാം, ഇതുകൊണ്ടൊന്നും തളരുന്നവനോ തളർക്കപ്പെടുന്നവനോ അല്ല കെ സുധാകരൻ. ഇനിയെങ്കിലും തിരിച്ചറിവില്ലാത്ത നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ, കോൺഗ്രസിനെ തകർക്കാൻ, യൂത്ത് കോൺഗ്രസിനെ തകർക്കാൻ, നമ്മുടെ കോൺഗ്രസിന്റെ ശക്തിയെ തകർക്കാൻ അക്രമത്തിന്റെ ചൈത്രയാത്ര നടത്തിയ ജില്ലയാണോ കണ്ണൂർ? കഴിഞ്ഞ പി ജയരാജനെ മാത്രം 200ഓളം പാർട്ടി ഓഫീസുകൾ അടിച്ച് തകർത്ത ജില്ലയാണ് കണ്ണൂർ. 35ഓളം വീടുകൾ, കോൺഗ്രസ്കാരന്റെ വീടുകൾ തകർത്ത ജില്ലയാണ് കണ്ണൂർ. നിരവധി സഹകരണ സ്ഥാപനങ്ങളും ശ്രീ വിശ്വനാഥ് യോജിപ്പിച്ച ഗ്രന്ഥാലയങ്ങളും കണ്ണൂരിൽ തകർത്തു. പക്ഷെ എല്ലാം ഞങ്ങൾ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പീസ് തകർത്തിട്ട് കോൺഗ്രസിനെ ദുർബലമാക്കാൻ സാധിക്കുമെന്ന് CPM കരുതുന്നുവെങ്കിൽ കോൺഗ്രസ് എന്നേ കണ്ണൂർ ജില്ലയിൽ ഒലിച്ചു പോകണം. ഇന്നവരെ 2 സീറ്റ് മാത്രം നേടിയ UDF ഈ പാർലമെന്റിൽ 5 സീറ്റ് നേടിയപ്പോ ഇന്ന് അക്രമം കൊണ്ട് തളർത്താൻ സാധിക്കുന്നതല്ല ഇന്റർനാഷണൽ കോൺഗ്രസ്. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക? CPM ഈ ജില്ലയിൽ ദുർബലമാകുന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്കെതിരെ കുത്തൊലിച്ചു വരുന്ന കണ്ണൂരിന്റെ ജനവികാരത്തെ, ജനരോഷത്തെ തടഞ്ഞു നിർത്താൻ ഈ ജയരാജനും മാർക്സിസ്റ്റ് പാർട്ടിക്കും സാധിക്കില്ല. മണൽ മാഫിയാണ്. എനിക്കെതിരെ പരാമർശം വരാൻ എന്താ കാരണം? എന്നോട് സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു സ്വകാര്യം, ഇവിടെ കണ്ടൽക്കാടിന്റെ അടുത്ത് ഒരു മണലൂത്ത് കേന്ദ്രമുണ്ട്, അത് സുധാകരന്റെ കേന്ദ്രമാണെന്നാണ് അറിയുന്നത്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾക്കൊരു അന്വേഷണ കമ്മിറ്റി വെക്കാം. എനിക്ക് നിങ്ങളെ വിശ്വാസം. ആ മണലൂറ്റ് കേന്ദ്രവുമായി കെ സുധാകരന് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ ഈ ജനസഹസ്രത്തെ സാക്ഷ്യത്തെ ഞാൻ പറയുന്നു, എന്റെ പൊതുജീവിതം, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ മണൽ മാഫിയ, ഇല്ലെങ്കിൽ മണൽ മാഫിയ എന്നെ വിളിച്ചാക്ഷേപിച്ച CPM പി ജയരാജ് അടക്കുന്ന CPM നേതാക്കന്മാർ പൊതുജീവിതം അവസാനിപ്പിക്കുമോ? നിങ്ങൾ ഈ കഴിഞ്ഞ 35 വർഷക്കാലം എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി? എത്ര തവണ നിങ്ങൾ എന്നെ കൊലയാളിയാക്കി? എത്ര വർഷം നിങ്ങൾ എന്നെ ക്രിമിനലാക്കി? ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ രാഷ്ട്രീയത്തിൽ നിങ്ങൾ 35 വർഷം എനിക്കെതിരെ ദേശാഭിമാനിക്കകത്തും ചാനലിനകത്തും കണ്ടശ പ്രസിദ്ധീകരിച്ച് എന്നെ കള്ളനെന്നും കൊള്ളക്കാരനെന്നും ക്രിമിനലെന്നും കുണ്ടയെന്നും ചെണ്ടിയെന്നും തമ്മാടിയെന്നും ആക്ഷേപിച്ചിട്ട് കെ സുധാകരനും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസും ഇവിടെ ദുർബലമായോ എന്ന് CPM-കാർ ഒന്ന് മനസ്സ് ചിന്തിച്ച് മനസ്സിരുത്തി ആലോചിക്കണം. നിങ്ങളൊരു യാഥാർത്ഥ്യം മറക്കുന്നു. CPM-ന്റെ ഉള്ളക്കൈയിലുണ്ടായിരുന്ന കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോ UDF-ന്റെ വോട്ട് മാത്രമല്ല, കള്ളനും കൊള്ളക്കാരനും അത് നിങ്ങൾ പ്രചരിപ്പിച്ച നിങ്ങളുടെ സ്വന്തം അണികൾ പോലും എനിക്ക് വോട്ട് നൽകിയിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഞാൻ കയറിപ്പോയത്. എത്ര 10,000-കണക്കിന് CPM-കാരുടെ വോട്ട് വാങ്ങിയ ഞാൻ പാർലമെന്റിലെത്തിയത്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ നടത്തിയ പ്രചരണം നിങ്ങളുടെ അണികളെ കൊണ്ടുപോലും വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. വളപട്ടം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയത് മണൽ കയറ്റിയ തൊഴിലാളിയെയും മോചിപ്പിക്കാനല്ല. ഇരിക്കുന്നു അഴീക്കോടിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ കരിക്കോടൻ രാകേഷ്.
രാകേഷ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്നോട് പറയുന്നത് ആരാ? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂരാണ്. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് നേതാവ് സജി ജോസഫാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് ആണ്. അവർ സ്റ്റേഷനിൽ പോയപ്പോൾ അവരെയും വിരട്ടി, അവരെയും ശക്തി ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയെന്ന് മുഹമ്മദ് ബ്ലാത്തൂർ പറഞ്ഞപ്പോ പോകാതിരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. പലരും ചോദിക്കുന്നു MP പോണമായിരുന്നോ പോലീസ് സ്റ്റേഷനിൽ? അതൊക്കെ ഓരോരാളിന്റെ രാഷ്ട്രീയ ശൈലിയെ ആശ്രയിച്ചു. പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആള് കിടക്കുമ്പോ വഴിമാറി പോകുന്നവരുണ്ട്, അറിയാതിരിക്കാൻ ഫോൺ ഓഫാക്കി വെക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോ എന്റെ ഒരു പാർട്ടി പ്രവർത്തകൻ പോലീസ് സ്റ്റേഷനകത്ത് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു, ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് വിധേയനായി എന്നറിഞ്ഞാൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, ഇനിയും കേസുദാരൻ പോലീസ് സ്റ്റേഷനിൽ ആ പ്രവർത്തന ശൈലിയെ തിരുത്താൻ ആരും ശ്രമിക്കണ്ട. അതിന് മണലും, അതിന് മദ്യവും, അതിന് മയക്കുമരുന്നും അതുമായി കൂട്ടിക്കെട്ടി എന്നെ താറടിച്ച്, എന്നെ അപമാനിച്ച്, എന്നെ പിന്തിരിപ്പിക്കാനാണ് ഇവിടുത്തെ CPM-ഉം മറ്റുള്ളവരും ശ്രമിക്കുന്നതെങ്കിൽ ആ വെള്ളം താഴ്ത്തി വെച്ചേക്കണം. എന്റെ ശക്തി, എന്റെ ശക്തി, എന്റെ പിന്തുണ, എന്റെ കരുത്ത്, എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങളാണ്. നിങ്ങളുടെ കരുത്തിലാണ് കണ്ണൂരിലെ രാഷ്ട്രീയത്തെ ഞാൻ പച്ചപിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ പിൻബലവുമാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെ ശവത്തിന്റെ മൺകൂരകൾക്ക് പച്ചപിടിക്കാത്ത ഈ കണ്ണൂരിൽ ആ രക്തസാക്ഷികളെ സാധിച്ച് പറയട്ടെ, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നും മുൻപിലുണ്ടാകും എന്ന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് പറയാനുണ്ട്. പക്ഷേ ഈ സമയവും സന്ദർഭവും ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല. ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന് ശക്തി പകരാനുള്ള പ്രവർത്തനത്തിന്റെ ദൗത്യം ഈ ഇന്ന് കടന്നു വന്ന് ഞങ്ങളുടെ വാക്ക് ശ്രമിക്കുന്ന ഓരോ ആളുകളും ഏറ്റെടുക്കണം, അച്ചടക്കമുള്ളവരായിരിക്കണം. എന്റെ മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ ആക്രമിച്ചത് യൂത്ത് കോൺഗ്രസുകാരാണ് എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അവരെ പാർട്ടിക്ക് പടിക്ക് പുറത്ത് അവരെ മാറ്റി നിർത്തും എന്ന് നിങ്ങൾ ഉറപ്പ് നൽകുന്നു. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ, നമസ്കാരം. നമ്മുടെ സംഘാടക സമിതിയുടെ ഒരു ഉപഹാരം ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിന്